ഹലോ, ഞാനന്ന് വന്നിരിക്കുന്നത് കുറച്ച് ഓർഗനൈസേഴ്സായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുടങ്ങാറായില്ലേ, അപ്പോൾ എല്ലാം ഒന്ന് അടക്കി അടക്കി വെക്കാമെന്ന് വെച്ചപ്പോൾ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. മെയിൻലി ഗേൾസിനും വുമൻസിനുള്ളതാണിത്. അവർക്കാണല്ലോ ഈ എസ്പെഷ്യലി ഇയറിങ്സ് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ജ്വൽസ് നമ്മൾ എങ്ങനെ വെക്കും, എങ്ങനെ സൂക്ഷിച്ച് വെക്കണം എന്നുള്ളത് അത് കാട്ടാൻ വേണ്ടിയാണ്. ആദ്യം ഞാൻ തോന്നിയ പോലെയൊക്കെയാണ് വെച്ചിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് അങ്ങനെയൊന്നും വെക്കരുത്. നമ്മളെപ്പോഴും വെക്കുമ്പോൾ എന്തെങ്കിലും കവേർഡായിട്ട് അങ്ങനത്തെ എന്തെങ്കിലും വെച്ചാൽ തന്നെ നമ്മളുടെ അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ് ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിരിക്കണം മീഷോ എന്നാണ്. ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഭയങ്കര ഹൈ ക്വാളിറ്റി ഒന്നും വാങ്ങാറില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചാൽ അതിൻ്റെ ലൈഫ് പീരീഡ് കുറേ കൂടുതൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ഹൈ ക്വാളിറ്റിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഉപയോഗിച്ചിട്ടുമാണ് ഞാൻ ഇതൊക്കെ പലതും ഒരു കൊല്ലത്തിൽ മേലെ എന്തായാലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തെ മേലെയായി. ഫസ്റ്റത്തെ ഐറ്റം ഇതേ നോക്കിയേ, മിനിയാണ്. എന്തെന്നാണിത്? മിനി പോർട്ടബിൾ ജ്വൽ ബോക്സാണ്. നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ പോകുമ്പോൾ നമുക്ക് ആൾ നല്ല കുഞ്ഞനാണെങ്കിലും നല്ല അത്യാവശ്യം കാര്യങ്ങൾ എല്ലാനും ആൾക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനത്തെ ഇതുണ്ട്, 4 ഇങ്ങനത്തെ ബോക്സുകളുണ്ട്. പിന്നെ മാലയോ അങ്ങനെ എന്തെങ്കിലും ഇടാനും ഇങ്ങനെ. ഇതിൻ്റെയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാങ്ങാം. ഞാൻ നോക്കുമ്പോൾ ആമസോൺ അതിനൊക്കെ ഈ മീഷോനേക്കാളും ഇരട്ടി കാശാണ്. അങ്ങനത്തെ ഒരു ആവശ്യം എനിക്ക് തോന്നണില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഞാനൊരു 7-8 മാസമായിട്ടുണ്ടാവും. ടൂറൊക്കെ പോകുമ്പോൾ ഞാൻ ഇതിലിട്ടാണ് കൊണ്ടുപോകുന്നത്. ആൾ സൂപ്പറാണ്, ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ വേറൊരു ബോക്സാണ് ഇത് വാഷബിളാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എൻ്റെ ക്രീം ഐറ്റംസ്, അതുപോലെ മോൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ കൂടുതൽ വെക്കാറ്. അവൻ്റെ എല്ലാ ഐറ്റംസ് ഇതിൽ കയറും. അവൻ്റെ ക്രീമുകൾ, പൗഡറുകൾ, അങ്ങനെ അതിൽ കൂടുതൽ എൻ്റെ ക്രീമും അങ്ങനെ ഇങ്ങനെ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഏറ്റവും കൂടുതൽ ഉള്ളിൽ നല്ല സ്പേസൊക്കെ ഉണ്ട്. വാഷബിളാണ്. ഞാൻ കുറേ പ്രാവശ്യം വാഷ് ചെയ്ത് ഞാൻ യൂസ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇതും ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ ഇതും നമുക്കൊരു യൂസ്ഫുൾ ഐറ്റം തന്നെയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമൊക്കെ ഇത് വാങ്ങിയെന്ന് വെച്ചാൽ ഒതുങ്ങിയിരുന്നോളും നമ്മളുടെ ബാഗിൽ. എവിടെയെങ്കിലും ഇങ്ങനെ പൂന്ന് പറഞ്ഞൊന്നും നിൽക്കില്ല. ഇനി അടുത്ത ഒരെണ്ണമാണ് നമ്മളുടെ ഇയറിങ്സ് ഒക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയത്. അതൊരു വാർഡ്രോബ് ഇയറിങ്സിൻ്റെ ഒരു ഹാങ്ങറാണ്. ഇത് കണ്ടില്ലേ, ഇതിൽ 20 സ്ലോട്ട് ഉണ്ട്. 20 സ്ലോട്ടിൽ നമുക്കിങ്ങനെ ഓരോന്നൊക്കെ വെക്കും. ഞാനിതിൽ ഒരുപാട് കമ്മലുകൾ, ഒരു സ്ലോട്ടിൽ തന്നെ ഞാൻ 5-6 കമ്മൽ രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ക്ലിപ്സുകൾ വെച്ചിട്ടുണ്ട്, കമ്മലുകൾ വെച്ചിട്ടുണ്ട്. ട്രസ്റ്റ് മീ, നല്ല സാധനമാണ്. നമുക്ക് എവിടെ പോയാലും ഇതിനങ്ങനെ മടക്കി അങ്ങോട്ട് വെച്ചാൽ മതി, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മളുടെ ഈ റാക്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ വെക്കാം. കാണാനും നല്ലതാണ്. നമുക്കിപ്പോൾ വാർഡ്രോബിൽ ഇതൊരു 5-6 എണ്ണം വാങ്ങിയാലും എനിക്ക് തോന്നുന്നു 100-200 അത്ര ആ റേഞ്ചിൽ എന്തോ വരുന്നുള്ളൂ. വാർഡ്രോബിൽ നമുക്ക് ഡ്രസ്സുകളുടെ കൂടെ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാണാം. അങ്ങനത്തെ നല്ലതാണ്. ഇതിൽ ഞാൻ അത്ര ഭയങ്കര റേറ്റായ കമ്മലുകളോ അങ്ങനെ ഇങ്ങനെയൊന്നും വെച്ചിട്ടില്ല. നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനത്തെയൊക്കെയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതും എനിക്ക് വാങ്ങിയിട്ട് നല്ലൊരു ഇതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ എല്ലാ ബോക്സിലും ഇങ്ങനെ ചവറ് നമ്മൾ അന്വേഷിച്ച് വരുമ്പോഴേക്കും മുത്തു പോകും. അത് ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഓർഡർ ചെയ്ത് നമുക്ക് വെക്കാം. നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ. അതേപോലെ വേറൊരു ഇയറിങ്സിൻ്റെ ഇതിൽ ഒരുപാട് ഇയറിങ്സ് നമുക്ക് വെക്കാൻ പറ്റും. നല്ല സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്ക്, കണ്ടോ, ഇതിങ്ങനെ നമുക്ക് തുറക്കാം. അത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ ആ ബോക്സിൽ നമുക്ക് കുറച്ച് കമ്മലുകളൊക്കെ ഇങ്ങനെ വെക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിലും ഉണ്ട് ബോക്സുകൾ. ഇത്ര 1, 2, 3, 6 സ്ലോട്ട് ഉണ്ട് ഇതിൽ 6 സ്ലോട്ടല്ല, ഇതിൽ ഒരുപാട് സ്ലോട്ടുകളുണ്ട്. ഇതിൽ ഞാൻ ഒരേ കമ്മൽ വെച്ചിട്ടുള്ളൂ. ഒരേ ജോഡി കമ്മൽ വെച്ചിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളൂ. സ്റ്റഡുകളാണ് വെച്ചിരിക്കുന്നത്. നല്ല സ്പേസ് ഉണ്ട്. ഇതിൽ ഞാൻ എൻ്റെ അത്യാവശ്യം ഹാങ്ങിങ് ആയ കമ്മലുകൾ ഒക്കെയാണ് ഞാനിതിൽ വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത് ഞാൻ കുറേ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ പണ്ടേ മുതൽ യൂസ് ചെയ്യണ അങ്ങനത്തെ കമ്മലുകളാണ്. അപ്പോൾ ഇതിലൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നമുക്കത് ഇങ്ങനെ, കണ്ടോ, ഇതിങ്ങനെ വെച്ചാൽ എത്ര ഒതുക്കത്തിൽ നമുക്ക് നമ്മളുടെ ഷെൽഫിലോ എവിടെയെങ്കിലും ഇങ്ങനെ കയറ്റി വയ്ക്കാം. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഏതൊരു കമ്മലായാലും, ഓക്സിഡൈസ്ഡ് ആയാലും സിൽവറോ ഗോൾഡനോ ഏതായാലും നല്ലപോലെ തുടച്ച്, ഞാനങ്ങനെ വെള്ളത്തിൽ കഴുകി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കുറേ കൂടുമ്പോൾ മാത്രം കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ടൊന്ന് കഴുകി നല്ലപോലെ വൃത്തിയാക്കി ഉണക്കി തുടച്ചാണ് വെക്കാറ്. ഇതാണെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ ഡെയിലി എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ലപോലെ തുടച്ച് അതിലത്തെ നമ്മളുടെ വേർപ്പിൻ്റെയും അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കളഞ്ഞാണ് ഇതിൽ വെക്കാറ്. അതുകൊണ്ട് ഇതുവരെ കളർ പോകെ അങ്ങനെ ഒന്നും ആയിട്ടില്ല.
പിന്നെ ഇങ്ങനത്തെ കുറേ ബോക്സുകളും ഞാൻ വാങ്ങിയിട്ടുണ്ട്. കുറേ ഓക്സിഡൈസ്ഡൊക്കെ ഞാൻ ഇതിലാണ് ഇങ്ങനെ വെച്ചേർക്കണത്. ഇതും എനിക്ക് വലിയ ബുദ്ധിമുട്ടോ കുഴപ്പമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. കളർ മാറ്റോ കളർ ചേഞ്ചോ ഒന്നും ആയിട്ടില്ല. നമുക്കിതിലിങ്ങനെ നമ്മളുടെ മാലകളോ ഇങ്ങനെ ജോഡികളുള്ള ഞാൻ 1-2 ബോക്സുകളുണ്ട്. ജോഡികളുള്ള ഞാൻ 1-2 ബോക്സുകളുണ്ട്. ഞാൻ അതിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും കുഴപ്പമില്ല. ഇതൊക്കെ എല്ലാം നമുക്കിങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ആയി വെച്ചാൽ തന്നെ നല്ല വൃത്തിയിലും വെടുപ്പിലും ആയിരുന്നുള്ളൂ. ഇത് നമ്മളുടെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ എൻ്റെ മാലകളും കമ്മലുകളൊക്കെ വെക്കണം എനിക്കൊരു പിടുത്തമില്ലാതെ ഇരുന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരസ്യം കണ്ടത്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ബോക്സ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നോക്കിയേ ഒരുപാട് നമുക്കിങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ 12 എണ്ണം എന്താണ്ടുണ്ടായി. ഞാനത് കൂടാണ്ട് ഇങ്ങനെ മാത്രം സിംഗിളായിട്ടും കിട്ടും. അതും ഒരു 25 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അധികം വെക്കേണ്ടി വന്നിട്ടില്ല. ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു സുഖമാണെന്നറിയോ നമ്മൾ യൂസ് ചെയ്യണത്. നോക്കി നമുക്ക് നമ്മളുടെ അതിൽ മാലയും കമ്മലും വയ്ക്കാം. ഇതിങ്ങനെ തുറക്കാം, അതിൽ നമുക്ക് കയറ്റിവിടാം, അടച്ചു വയ്ക്കാം. സൂപ്പറായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റണതാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ മാലകളും അതിൻ്റെ ജോഡി അതിൻ്റെ കറക്റ്റ് എന്തൊക്കെയാണോ ഉള്ളതെന്ന് വെച്ചാൽ മാല, കമ്മൽ, മോതിരം ഉണ്ടെങ്കിൽ മോതിരം, അങ്ങനെ എല്ലാം നമുക്കത് വെച്ച് നമുക്ക് അന്വേഷിച്ച് നടക്കണ്ട. അല്ലെങ്കിൽ കമ്മലൊരു സ്ഥലത്ത് അങ്ങനെ ഒരുമിച്ച് വെക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ വെക്കാം. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ജോഡികളുള്ളതൊക്കെ ഞാൻ ഇതിൽ കുറേ കുടക്കമ്മൽ, എൻ്റെ കയ്യിൽ കുറേ കുടക്കമ്മലകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാവരും നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ നല്ല ഒതുക്കത്തിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. ഓപ്പൺ തന്നെ ചെയ്യേണ്ട, നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓരോരോ ഐറ്റംസ് നമ്മളുടെ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ എടുത്തിട്ട് അതിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ കണ്ടില്ല 1 2 3 4 5 6 7 8 9 10 11 12 ഞാൻ പറഞ്ഞില്ല 12 എണ്ണമായിരുന്നു ഇതിൻ്റെ. ഇത് ഞാനൊരു വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഞാനത് ഉപയോഗിക്കണേ. ഒരു കുഴപ്പമില്ല. ഇതുവരെ കീറലോ അങ്ങനെ ഒരു ക്വാളിറ്റിയുടെ ഒന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ല രീതിയിലാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എടുത്തുകൊണ്ട് പോവാം. എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ 1-2 മാലയോ ഇടണുള്ളൂ, വേറെ ബോക്സൊന്നും എടുക്കണ്ട. അപ്പോൾ ഇതങ്ങൾ എടുത്ത് വെച്ചാലും മതിയല്ലോ. അതും ഒരു നമ്മളുടെ നല്ലൊരു ഇത് തന്നെയാണ്. ഞാനിതൊന്ന് എടുത്ത് വെച്ചോട്ടെ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓർഗനൈസേഴ്സൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു ഉപകാരം തന്നെയാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് ഷെൽഫിൽ നമുക്ക് എടുത്ത് വെക്കും. അല്ലെങ്കിൽ പിന്നെ അതന്വേഷിച്ച് ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, തോന്നുമ്പോഴൊക്കെ അവിടെയൊക്കെ എടുത്തൊക്കെ വെക്കും. അത് കാണൂല, ഇത് കാണൂല. പിന്നെ ഇങ്ങനത്തെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതൊരു നല്ലൊരിതായിരുന്നു. ഞാൻ പറയണം, നിങ്ങളെല്ലാവരും നിങ്ങൾക്കിങ്ങനെ ഞാൻ ലിങ്ക്സൊക്കെ ഇട്ട് തരാം. ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണം. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എല്ലാവരും വാങ്ങി വെച്ച് ഒക്കെ സൂക്ഷിക്കണവരെ കാണല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കണതൊക്കെ ഈ രീതിയിലാണ്. എൻ്റെ ഇയറിങ്സും ഓർണമെൻറ്റ്സും അത് ഇനി വേറെ ഉണ്ട്. അത് ഓർഗനൈസേഷനൊന്നും ഇതല്ല, നമ്മൾ ജ്വല്ലറിയിൽ നിന്ന് നമുക്ക് ബോക്സൊക്കെ കിട്ടൂലേ, അതിലും ഞാൻ കുറേ ഇതുപോലെയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട്. അതും ഇങ്ങനെ അതൊക്കെ പണ്ടേ മുതൽ പഴയ ഉള്ള ഓർണമെൻറ്റ്സുകളും അങ്ങനെയൊക്കെ എടുത്തൊക്കെ വെക്കണേ. പണ്ടൊക്കെ ഞാൻ അധികം ഇങ്ങനത്തെ ബോക്സുകളായിരുന്നു. പിന്നെയാണ് ഇങ്ങനത്തെ ബോക്സുകളൊക്കെ ഞാൻ ഒന്ന് നിർത്തി. കുറച്ചും കൂടെ ഇപ്പോൾ കാണാനും ഭംഗി, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനും നല്ല കാണാനും ഒക്കെ നല്ല ഭംഗിയാണ്. നല്ല സാധനവും ക്വാളിറ്റിയാണ് എല്ലാവരും. അല്ലാണ്ട് മീഷോ എന്നാണെങ്കിൽ പലപ്പോഴും മീഷോന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്താ വെച്ചാൽ വലിയ കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ സെയിം ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് വലിയ വ്യത്യാസം ഒന്നും തോന്നിയില്ല. കാശിൻ്റെ വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ. ക്വാളിറ്റി വൈസ് എല്ലാവരും ഈ സെയിം പ്ലാസ്റ്റിക് ആ ഇതിലാണല്ലോ. പിന്നെ ഇതിലിട്ടിട്ട് മറ്റേ മെറ്റീരിയലിന് വല്ല വ്യത്യാസമോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞാനൊരു ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. താല്പര്യമുള്ളവർ കയറിയിട്ട് വാങ്ങിച്ചോളാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.